ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ഒരിക്കൽ നമ്മുടെ ശ്രുതിയോട് സംസാരിക്കുകയാണ് ഒരു വഴിപാടിനെ കുറിച്ച്. അത് വേറൊന്നിനുമല്ല, ജയിലിൽ കഴിയുന്ന നിന്റെ അച്ഛൻ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് ചന്ദ്ര പറയുകയാണ്. ആരാ ആന്റി വ്രതം എടുക്കേണ്ടത്, ഞാനാണോ എന്ന് ചോദിക്കുമ്പോ, അത് കൊള്ളാം, നീ എന്റെ അച്ഛനാണോ ജയിലിൽ കിടക്കുന്നത്, നിന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് നീയാണ് ഇത് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. ശ്രുതിക്കാണെങ്കിലും ഇതൊന്നും കേട്ടിട്ട് ഒരു താല്പര്യവും തോന്നുന്നില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുമ്പോ, നിനക്കെന്താ ഒരു താല്പര്യമില്ലാത്ത മോളെ, നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണ്ടേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ, അത് പിന്നെ ആന്റി, അവിടെ തന്നെ കുറച്ച് ലോയേഴ്സ് ഒക്കെ ഉണ്ട്, അവരെല്ലാം അച്ഛനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നമ്മളിവിടെ വഴിപാട് വ്രതമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ പറയാൻ കേട്ടോ ചെയ്യുന്നത്. അതുപോലെ മോളെ, ഇത്രയും നാളും വക്കീലന്മാര് ശ്രമിച്ചിട്ട് നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ സാധിച്ചില്ലല്ലോ. പക്ഷെ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ നീ നോക്കിക്കോ, 48 ദിവസം വ്രതമാണ്, അതും കഠിന വ്രതം. അതെടുത്തു കഴിഞ്ഞ് നിനക്ക് തന്നെ മനസ്സിലാവും നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വരുന്നത്. ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു പരിധി വിട്ട് ശ്രുതിക്കാണെങ്കിലും എതിർത്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ചന്ദ്രമതി അനുസരിച്ചു പോവുകയാണ് ശ്രുതി. പിന്നീട് വ്രതത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്രമതി. വ്രതം എന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണ്, അതും 48 ദിവസം നിലത്ത് കിടക്കണം, വെറും പായയില്. ശ്രുതിക്കൊപ്പമല്ല നീ കിടക്കേണ്ടത്, നീ തനിയെ വേണം കിടക്കാൻ. മാത്രമല്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണവും കഴിക്കണം. അത് കഴിഞ്ഞാലോ അന്നത്തെ ദിവസം പിന്നെ ജലപാനം കുടിക്കാനോ കഴിക്കാനോ പാടില്ല. പിറ്റേ ദിവസം അതേ സമയത്തെ പിന്നീട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, അതും വെജിറ്റേറിയൻ മാത്രം. ഇങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം കേട്ട് ശ്രുതിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിലും നല്ല വിഷമവും ആവുന്നുണ്ട്. കാരണം 48 ദിവസം ശ്രുതിയെ പിരിഞ്ഞിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. എന്തായാലും ചന്ദ്രമതി രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇപ്പൊ തന്നെ അമ്പലത്തിലേക്ക് പോകാമെന്നും പറഞ്ഞ് എല്ലാവരോടും റെഡിയാകാൻ പറയുന്നുണ്ട് ചന്ദ്രമതി. അപ്പോ കാര്യങ്ങളെല്ലാം അറിയുന്ന രേവതി ആണെങ്കിൽ സംശയത്തോടെ ചോദിച്ചു പോകുന്നുണ്ട്, ഈ 48 ദിവസം വ്രതമൊക്കെ ശ്രുതിക്ക് എടുക്കാൻ സാധിക്കുമോ? മലേഷ്യയിലൊക്കെ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ ശ്രുതി. പക്ഷെ ചന്ദ്രമതി പറയും, വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തേ പറ്റൂ. ഇല്ലെങ്കിലേ എന്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഇതുപോലെ വ്രതം എടുക്കുന്നതിന്റെ ഇടയിൽ അവര് മീനും ഇറച്ചിയും ഒക്കെ കഴിച്ചു. പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയോ? അവര് വീണ് കൈയൊടിഞ്ഞ് അങ്ങനെ പല പല പ്രശ്നങ്ങളായി തീർന്നു. അതുകൊണ്ട് ഇതിനിടയിൽ നിർത്തിയിട്ട് ദൈവകോപം വരുത്തി വയ്ക്കരുത്. ശ്രുതി മോൾ എന്തായാലും ഈ വ്രതം എടുക്കണമെന്നും എടുത്താൽ മാത്രം പോരാ, അത് കംപ്ലീറ്റ് ആക്കണമെന്നും ഉറപ്പിച്ചു തന്നെ പറയുകയാണ് കേട്ടോ ചന്ദ്രമതി. അങ്ങനെ എല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോഴും അതിലൊരാളുടെ കുറവുണ്ടല്ലോ, സച്ചിയുടെ കുറവുണ്ടല്ലോ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, എന്നാ മോളെ രേവതി നീ തന്നെ സച്ചിയോട് അമ്പലത്തിലോട്ട് വരാൻ പറ. അല്ല, അമ്മയ്ക്ക് തന്നെ പറഞ്ഞാ പോരെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എന്നാ ചന്ദ്രമതി പറയും, ഞാനൊന്നും പറയില്ല, നീ പറയുന്നതല്ലേ അവന് വേദവാക്യം, നീ പറയുന്നതേ അവൻ കേൾക്കൂ, അതുകൊണ്ട് നീ തന്നെ പറഞ്ഞ് അവനെ അമ്പലത്തിലോട്ട് വരുത്തിക്കണം. നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് മോളെ രേവതി, നീ സച്ചിയെ വിളിച്ചിട്ട് അമ്പലത്തിലോട്ട് വരാൻ പറ എന്ന് രേവതിയോട് പറയുകയാണ് ചന്ദ്രമതി. പിന്നീട് വൈകിയില്ല, രേവതി ഉടനെ തന്നെ സച്ചിയെ ഫോൺ വിളിച്ച് അറിയിക്കുകയാണ്. സച്ചിയാണെങ്കിൽ ഒരു ട്രിപ്പിലാണ്. ഫോൺ എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുന്നത് സച്ചിയോട്. അമ്പലത്തിലേക്ക് വരണമെന്ന് രേവതി പറഞ്ഞപ്പോ എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പൊ രേവതി പറഞ്ഞു കൊടുക്കും, ശ്രുതിയുടെ കാര്യത്തിന് വേണ്ടി അമ്മ എന്തൊക്കെയോ വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട്, പൂജകളൊക്കെ ചെയ്യാൻ എല്ലാവരും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുടുംബത്തിലുള്ള എല്ലാവരും അമ്പലത്തിൽ വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സച്ചിയേട്ടന് കൂടെ എന്തായാലും വരണമെന്ന് രേവതി ആവശ്യപ്പെടുമ്പോ സച്ചി ആദ്യമൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, താനൊരു ട്രിപ്പിലാണെന്ന്. പക്ഷേ രേവതി വീണ്ടും പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സച്ചിയേട്ട, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് സച്ചിയേട്ടൻ വന്നേ പറ്റൂ എന്ന് തന്നെ പറയുന്നു. എന്തായാലും സച്ചിയും വരാമെന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും അമ്പലത്തിൽ എത്തിച്ചേരുകയാണ്. ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത പേടിയാവുന്നുണ്ട്. ചന്ദ്രമതി തിരുമേനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതാണ് എന്റെ മരുമകള്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ. ശ്രുതിയുടെ ആ താല്പര്യമില്ലാത്ത നിപ്പ് കാണുമ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, നിനക്ക് എന്താ ശ്രുതി ഒരു താല്പര്യമില്ലാത്തതുപോലെ? ശ്രുതിക്ക് എങ്ങനെ താല്പര്യം തോന്നും? കാരണം ഇല്ലാത്ത അച്ഛന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അത് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നുമുണ്ട്. എന്തായാലും ചന്ദ്രമതി നിർബന്ധിച്ചുകൊണ്ട് ശ്രുതിയെ ഓരോന്നും ചെയ്യിപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഡ്രസ്സ് മാറണം, അതുകൊണ്ട് ശ്രുതിയെ ഉള്ളിലോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് രേവതിയോട് ഒരു കുടത്തിൽ വെള്ളവുമായിട്ട് വരാൻ പറയുന്നു. ശ്രുതിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോ വർഷയ്ക്ക് ചിരി വരുന്നുണ്ട്. എന്തായാലും കുടത്തിൽ നിറച്ച് വെള്ളവുമായി വരുന്ന രേവതിയോട് ആ വെള്ളം മുഴുവൻ ശ്രുതിയുടെ തലയിലേക്ക് ഒഴിക്കാൻ പറയുകയാണ് ചന്ദ്രമതി. ശ്രുതി ഇത് കാണുമ്പോഴേ പറയുന്നുണ്ട് കേട്ടോ, അയ്യോ ആന്റി, ഞാൻ രാവിലെ കുളിച്ചതാ, ഇനി കുളിക്കുന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞ പറ്റില്ല മോളെ, തലയിൽ വെള്ളം ഒഴിച്ച് കുളിച്ചേ പറ്റൂ, അതൊക്കെ ഈ ചടങ്ങിന്റെ ഭാഗമാണ്. ഏതായാലും രേവതി 2 കുടം വെള്ളം ശ്രുതിയുടെ തലയിൽ അങ്ങ് കമഴ്ത്തി ഒഴിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ശ്രുതിയുടെ നെറ്റിയിൽ
കുറച്ച് ഭസ്മവും സിന്ദൂരവും ഒക്കെ വാരി പൂശുന്നുണ്ട് ചന്ദ്രമതി. പോരാത്തതിന് ഒരു മാലയും ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം ശ്രുതിയെയും കൊണ്ട് നമുക്കിനി തൊഴുതു വരാമെന്നും പറഞ്ഞ് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് അവര്. ചന്ദ്ര പറഞ്ഞ പോലെ അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണവും കർപ്പൂരാരതിയും ഏത്തവും ഒക്കെ ഇട്ട് ആകെ വയ്യാതിരിക്കുന്നുണ്ട് ശ്രുതിയുടെ ആ വയ്യായ്മ കണ്ട് ശ്രുതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി വേഗം തന്നെ ശ്രുതിയെ പിടിച്ച് മാറ്റുന്നു. ശ്രുതിക്ക് വേണ്ടി രേവതി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആകെ വയ്യാതിരിക്കല്ലേ. എന്നാൽ ഇത് കാണുന്ന സച്ചിയാണെങ്കിൽ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും മറന്നോ, ശ്രുതിയെ വ്രതത്തിലാണ്, അതുകൊണ്ട് അവള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നാണ് ആ തിരുമേനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ രേവതി ഉണ്ടാക്കുന്നത്? ഏതായാലും രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന്. പക്ഷെ സച്ചി സമ്മതിക്കുന്നില്ല കേട്ടോ. മലേഷ്യയിൽ ജയിലിൽ കിടക്കുന്നത് ആരാ? ശ്രുതിയുടെ അച്ഛനാണ്, അല്ലാതെ നിന്റെ അച്ഛനല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആരാ ചെയ്യേണ്ടത്? ശ്രുതിയാണ്. വ്രതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ തെറ്റിച്ചു കഴിഞ്ഞാലേ അയാളെ ജീവിതാവസാനം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. ജയിലിൽ കിടക്കുന്ന അച്ഛൻ വേഗം നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ശ്രുതി തന്നെ ഇത് ചെയ്യണമെന്ന് പറയുകയാണ് സച്ചി. ശ്രുതിക്കാണെങ്കിൽ സച്ചി വന്ന് തടഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പിന്നീട് ചന്ദ്രമതിയുടെ അടുത്ത് എന്ന് അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് ശ്രുതിക്കെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിയും കൂട്ടാക്കുന്നില്ല കേട്ടോ. അവൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ അവള് തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നീട് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലോട്ട് പോവുകയാണ് ചന്ദ്രമതി. രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആകെ വിഷമം വരുന്നുണ്ട്. അച്ഛാ ഞാനും കൂടെ ഒന്ന് സഹായിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്. എന്നാൽ രവീന്ദ്രൻ രേവതിയോടായിട്ട് പറയും, നീ അവിടെ തന്നെ ഇരിക്കുമോളെ, വീട്ടിലെ ജോലികൾ മുഴുവൻ നീയല്ലേ എന്നും ചെയ്യാറ്, ഇന്നൊരു ദിവസം അവര് ചെയ്യട്ടെ, നീ ഇവിടെ തന്നെ ഇരിക്കാൻ പറയുന്നു. ശ്രുതിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തന്നെ കൊണ്ട് ഈ പരിപാടികളൊക്കെ ചെയ്യിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രയുടെ മുഖത്തേക്ക് ഇടയ്ക്ക് ദേഷ്യത്തോടെ നോക്കുന്നൊക്കെ ഉണ്ട് ശ്രുതി. അടുക്കളയിൽ ചെല്ലുന്ന ശ്രുതിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രമതി തന്നെ ഓരോ ജോലികളും ശ്രുതിയെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങുന്നു. ആദ്യം പാത്രം കഴുകിക്കുന്നു. അതൊരു തരത്തിൽ ശ്രുതി കഴുകിയെടുക്കുമ്പോൾ പച്ചക്കറികളൊക്കെ അരിയാൻ പറയുന്നു. അങ്ങനെ പച്ചമുളകും തക്കാളിയും സവാളയും എല്ലാം ശ്രുതിയെ കൊണ്ട് അരിയിപ്പിക്കുന്നു. ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ദേഷ്യത്തോടു കൂടിയാണ്. ഉപ്പൊന്നും ഇടാതെ രുചിയൊന്നും ഇല്ലാത്ത കറികളാണ് ശ്രുതിക്ക് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ശ്രുതി ഉപ്പ് ചേർക്കുന്നുണ്ടോ എരിവ് ചേർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കറികളിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മാത്രം ഇടാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഉപ്പെങ്ങാനും ശ്രുതി അറിയാതെ ഇടാൻ നോക്കുമ്പോൾ ചന്ദ്രമതി അത് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് നീ എന്താ പണിയായി കാണിച്ചതെന്നും നിനക്ക് അറിയില്ലേ ഉപ്പ് ചേർക്കാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിക്ക് നേരെ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ശ്രുതി മറുത്തൊരക്ഷരം പറയാതെ ദേഷ്യത്തിലെ എല്ലാ ജോലികളും ഒരുവിധം ചെയ്തു തീർക്കുന്നു. അവസാനം ഒരു ഗ്ലാസ് അരി കൂടെ ചന്ദ്ര എടുത്ത് പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുകൂടെ കഴുകി അടുപ്പിൽ വെച്ചോ, വേഗം വേണം, ഇതായിട്ട് വേണ്ടേ നിനക്ക് ഭക്ഷണം കഴിക്കാൻ, അതുകൊണ്ട് വേഗം ചെയ്യാൻ പറഞ്ഞ് ശ്രുതിയെ കൊണ്ട് അവൾക്ക് വേണ്ട ഭക്ഷണം കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചന്ദ്രമതി. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും നേരത്തെ തന്നെ ശ്രുതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി. ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഉറക്കം മതിയായില്ല, ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന്. പക്ഷെ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല. സമയം ഇപ്പൊ എത്രയാണെന്ന വിചാരം, അതുകൊണ്ട് നീ വേഗം എണീക്ക്. ഇനി മുതൽ എല്ലാ ദിവസവും നേരത്തെ തന്നെ എണീക്കണം, 48 ദിവസവും നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാ ദിവസവും രേവതിയാണ് വിളക്ക് വെക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ ശ്രുതിയെ കൊണ്ടാണ് ചന്ദ്രമതി വിളക്ക് വെപ്പിക്കുന്നത്. ശ്രുതിയെ നിർബന്ധിപ്പിച്ച് ചന്ദ്രമതി വിളക്ക് വെപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ രവീന്ദ്രനും രേവതിക്കും ഒക്കെ ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പിന്നീട് രേവതി നല്ല ടേസ്റ്റുള്ള പൂരി മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ അത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചന്ദ്രമതി സമ്മതിക്കില്ല വ്രതം എന്ന് പറഞ്ഞിട്ട്. സച്ചിയും ചന്ദ്രമതിയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഒരു സമയം കൊതി അടക്കാൻ വയ്യാതെ ശ്രുതി 2 പൂരി എടുത്ത് പ്ലേറ്റിൽ വെക്കാൻ നേരത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് സച്ചി തടയുന്നുണ്ട്. ഇത് കാണുന്ന ശ്രീകാന്ത് സച്ചിയോടായിട്ട്, എന്താ സച്ചിയേട്ടാ വണ്ടി നിർത്തുന്നത് പോലെ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നത്? ശ്രുതിയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സച്ചി ഞങ്ങളോട് നിർത്താൻ പറഞ്ഞത്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നീ കണ്ടില്ലേ? അന്നേരം സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾ കഴിക്കുന്നതല്ല നിർത്താനല്ല പറഞ്ഞത്, ദേ ആ പാർലറുകാരിയോടാ അവളെടുത്ത് പൂരി കഴിക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് ശ്രുതി പൂരി എടുത്ത് കഴിക്കാൻ പോകുന്നത് എല്ലാവരും കാണുന്നത്. അവൾക്ക് വ്രതമുള്ള കാര്യം എല്ലാവരും മറന്നുപോയോ? എല്ലാ ഭക്ഷണവും അവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ ഉപ്പും രുചിയും ഒന്നും ഇല്ലാത്തതായിരിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എല്ലാവരും മറന്നോന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് ചന്ദ്രമതിയും പറയുന്നുണ്ട്, ശരിയാണല്ലോ, എന്താ മോളെ ശ്രുതി, ഇതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ എണീറ്റ് പോയി കൈ എഴുക എന്നും പറഞ്ഞ്
ചന്ദ്രമതി ശ്രുതിയെ പറഞ്ഞു വിടുന്നു അവിടെ നിന്ന്. ശ്രുതിയാണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് ദയിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ടം നോക്കിയിട്ടുമാണ് പോകുന്നത്. ശ്രുതിയോട് ശരിക്കും സഹതാപം തോന്നുന്ന രേവതിയാണെങ്കിൽ ശ്രുതിക്ക് വേണ്ടി കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോ ചന്ദ്രമതി തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നാണ്. അതുകൊണ്ട് ശ്രുതിയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുകയാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി. ശ്രുതിക്ക് നല്ല 8ന്റെ പണി കൊടുക്കുന്നതിനോടൊപ്പം ശ്രുതിക്കും നല്ല പണി കിട്ടുന്നുണ്ട്. കാര്യം ഭാര്യ ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ ഭർത്താവും അതുപോലെ തന്നെ തുടരണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വ്രതം എടുക്കുന്നതിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുമെന്നും പറഞ്ഞ് സച്ചി ശ്രുതിയെ കൊണ്ടും വ്രതം എടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിലും സച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയോടായിട്ട് ശ്രുതിയോടൊപ്പം നീയും കൂടെ വ്രതം എടുക്കാൻ പറയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്